ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ ലഞ്ചിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെയോ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെയോ കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടത്. എങ്ങനെ അത് തയ്യാറാക്കണം നോക്കാം. അതിന് നമുക്ക് 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം. 1 വിസിൽ 2 വിസിൽ അതിൽ കൂടുതൽ അടിക്കരുത്. 1 വിസിൽ അടിച്ചാലും മതി. ഉരുളക്കിഴങ്ങ് അനുസരിച്ചിരിക്കും കേട്ടോ, ഓരോ ഉരുളക്കിഴങ്ങ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിവിടെ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. ഒരുപാട് വിസിൽ അടിച്ചാൽ അത് കുഴഞ്ഞു കേട്ടോ. കുഴഞ്ഞു പോയാൽ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്കത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഇതായിട്ട് അടിപൊളി റെസിപ്പി കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും കേട്ടോ. അതുപോലത്തെ റെസിപ്പി കേട്ടോ അത്. വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചൂടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യണത്. നിങ്ങൾ ചൂടാറിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചൂട് ഉള്ളത് കൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ചൂടാണ്. ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ അത് അരപ്പ് തയ്യാറാക്കുമ്പോൾ ഉപ്പ് കുറച്ചും കൂടി ചേർക്കണം കേട്ടോ. ഞാൻ ഇത് ഉപ്പുണ്ട്, അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ രണ്ടാമത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് അതിനുള്ള മസാല ചേർക്കാം കേട്ടോ. മുളക് പൊടി 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഗരം മസാല 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് 1 സ്പൂൺ. ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എരിവ് അധികം ഇട്ടിട്ടില്ല. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടത്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ചോറ് പിന്നെ ചോദിച്ചു വാങ്ങി കഴിക്കും കേട്ടോ ചോറിൻ്റെ കൂടെ. ഇവിടുത്തെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നോട് ഇത് ഉണ്ടാക്കി തരാനായിട്ടോ. ഞാൻ കൊടുക്കാറുമുണ്ട്. നമുക്കിത് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ മൈദമാവിലൊക്കെ മുക്കി ഇത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇതായിട്ടിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ നേരെ അത് വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ വിഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.